സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി. വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പി പ്രദീപ്, UDF സ്ഥാനാർത്ഥി കെ ബിനിമോൾ, NDA സ്ഥാനാർത്ഥി കെ അജിത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി CK ആഷ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് വൈക്കം. ഏറ്റുമാനൂർ LDF സ്ഥാനാർത്ഥി VN വാസവൻ, UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ്, NDA സ്ഥാനാർത്ഥി 2020 ആതിര D നായർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VN വാസവൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 43% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ് ഏറ്റുമാനൂർ. ചങ്ങനാശ്ശേരി LDF സ്ഥാനാർത്ഥി ജോബ് മൈക്കിൾ, കേരള കോൺഗ്രസ് എമ്മിൽ നിന്നാണ് അദ്ദേഹം. UDF വിനു ജോബ്, NDA സ്ഥാനാർത്ഥി ബി രാധാകൃഷ്ണ മേനോൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ഇവിടെ നിന്ന് ജയിച്ച മണ്ഡലമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ ഓരോ മുന്നണികളെയും ഈ 3 മണ്ഡലങ്ങളിലെയും സമ്മതിദായകർ എപ്രകാരം വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വൈക്കത്തിലേക്ക്. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും, ഈ 4 ഘടകങ്ങളിലും LDFനാണ് 1ാം സ്ഥാനം, UDF 2ാമതും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാമതാണ്, LDF 2ാമതും. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രാദേശിക വികസനത്തിന് LDFനാണ് 1ാം സ്ഥാനം ജനങ്ങൾ കൊടുക്കുന്നത്, 2ാം സ്ഥാനം UDFന്. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലും UDF 1ാമത് എത്തിയിരിക്കുന്നു, LDF 2ാമതും. നേതൃപാഠവത്തിൽ LDF ആണ് 1ാമത്, UDF 2ാമത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാമത്, LDF 2ാമത്. ഇനി ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് UDF ആണ് 1ാമത്, LDF 2ാമത്. യുവജന പിന്തുണയിൽ LDF 1ാമത്, UDF 2ാമത്. വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിൽ UDF 1ാം സ്ഥാനത്ത് വന്നപ്പോൾ LDF 2ാമതാണ്. നേതൃപാഠവത്തിൽ LDF 1ാമത്, UDF 2ാമത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാമതാണ്, LDF 2ാമത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി അപഗ്രഥിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം സെമിയോട്ടിക്കയുടെ പ്രവചനം എങ്ങനെയാണെന്ന്. വൈക്കത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 40.63% വോട്ട് വീതം, UDF സ്ഥാനാർത്ഥിക്ക് 38.65% വോട്ട് വീതം, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 21% വോട്ട് വിഹിതം. ഇനി നമുക്ക് ഏറ്റുമാനൂർ എന്താണ് സെമിയോട്ടിക്കയുടെ പ്രവചനം എന്ന് നമുക്ക് നോക്കാം. ഏറ്റുമാനൂർ അവിടെയും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. LDF സ്ഥാനാർത്ഥിക്ക് 40.11% വോട്ട് വീതം, UDF സ്ഥാനാർത്ഥിക്ക് 40.04% വോട്ട് വീതം, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 20% വോട്ട് വീതം. ആര് വേണമെങ്കിലും ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. LDFും UDFും ഓൾമോസ്റ്റ് തത്തുല്യമായി നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിലേക്ക് നമുക്ക് പോകാം. സെമിയോട്ടിക്ക എങ്ങനെയാണ് ഇവിടെ പ്രവചിക്കുന്നതെന്ന് നോക്കാം. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെയും സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDFന് നേരിയ മുൻതൂക്കം, 42.51% വോട്ട് വീതം, LDFന് 41.21% വോട്ട് വീതം, NDAക്ക് 16.28% വോട്ട് വീതം. സെമിയോട്ടിക്ക ഇതുവരെ നടത്തിയ എല്ലാ പ്രവചനങ്ങളെയും നമുക്ക് ജില്ല തിരിച്ച് ഒന്ന് കാണാം. കാസർഗോഡ് ഒരു UDF മുന്നേറ്റം, കണ്ണൂർ LDF മുന്നേറ്റം, കോഴിക്കോട് UDF, വയനാട് UDF, മലപ്പുറം UDF. മൊത്തത്തിൽ 48 നിയമസഭാ മണ്ഡലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ 30 മുതൽ 36 സീറ്റ് UDFന് അനുകൂലം, 11 മുതൽ 17 സീറ്റ് LDFന് അനുകൂലം, NDAക്ക് അവിടെ ഒരു സീറ്റുണ്ട്. ഇനി മധ്യ കേരളത്തിലേക്ക് പോകാം. അവിടെ 40 മണ്ഡലങ്ങൾ സെമിയോട്ടിക്ക പ്രവചിച്ചിട്ടുണ്ട്. UDFന് എറണാകുളം അനുകൂലം, ഇടുക്കി വീണ്ടും UDFനൊപ്പം, കോട്ടയം UDFന് അനുകൂലം, തൃശ്ശൂർ LDF ആണ് മുമ്പിൽ നിൽക്കുന്നത്, പാലക്കാട് വീണ്ടും LDFനൊപ്പം, എറണാകുളത്ത് ഒരു NDA സ്ഥാനാർത്ഥിയുടെ വിജയം സെമിയോട്ടിക്ക പ്രവചിക്കുന്നുണ്ട്, പാലക്കാടും. മൊത്തത്തിൽ UDFന് 19 മുതൽ 24 സീറ്റ്, LDFന് 14 മുതൽ 19 സീറ്റ്, NDAക്ക് 2 സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യത.
ഇനി സൗത്ത് കേരളയിലേക്ക് പോകുമ്പോൾ 36 നിയമസഭാ മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക ഓൾറെഡി പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം വ്യക്തമായിട്ടുള്ള LDF മുന്നേറ്റം, അവിടെ NDAക്ക് 2 മുതൽ 3 സീറ്റും പ്രവചിക്കുന്നു. കൊല്ലത്ത് വീണ്ടും LDF, ആലപ്പുഴ വീണ്ടും LDF, പത്തനംതിട്ടയിലും LDF മേൽക്കൈ. മൊത്തം UDFന് 11 മുതൽ 15 സീറ്റുകൾ, LDFന് 22 മുതൽ 28 സീറ്റുകൾ, NDAക്ക് 2 മുതൽ 3 സീറ്റുകൾ. സെമിയോട്ടിക്ക മൊത്തം പ്രവചിച്ച 124 മണ്ഡലങ്ങളിൽ 61 മുതൽ 76 മണ്ഡലങ്ങൾ UDFനൊപ്പം, LDFനോടൊപ്പം 49 മുതൽ 66 മണ്ഡലങ്ങൾ, NDAയോടൊപ്പം 2 മുതൽ 3 മണ്ഡലങ്ങൾ. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഉടൻ എത്തുന്നതായിരിക്കും. Until then, we are signing off. Good day to everyone.